प्यारे दोस्तों आदाब പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മുടെ 5ാം ക്ലാസ്സിലെ ഉറുദുവിൻ്റെ ആദ്യത്തെ ഓൺലൈൻ ക്ലാസ് ഇന്ന് നമ്മൾ തുടങ്ങുകയാണ്. എല്ലാവർക്കും PTMൻ്റെ ഈ ആദ്യത്തെ ഉറുദു ക്ലാസ്സിലേക്ക് 5ാം ക്ലാസ്സിൻ്റെ ആദ്യത്തെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഞാൻ ഹൃദയം നിറഞ്ഞ് സ്വാഗതം ചെയ്യാണ്. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ ഗൂഗിൾ മീറ്റിലൂടെയും വാട്സപ്പിലൂടെയൊക്കെ ആയിട്ട് ഉറുദുവിൻ്റെ ചെറിയ ചെറിയ ഒരു തുടക്കങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, തുടക്കം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയ മിഠായി ആയിട്ടാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. മിഠായി നിങ്ങൾക്ക് എല്ലാം ഇഷ്ടമല്ലേ? മിഠായി എല്ലാവർക്കും ഇഷ്ടമല്ലേ? മിഠായി എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം എന്താ മിഠായി ഇഷ്ടപ്പെടാനുള്ളത്? മിഠായി മധുരമുള്ളതാണല്ലേ, മിഠായി മധുരമുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായി, എപ്പോഴും കഴിക്കാൻ ഇഷ്ടമാണല്ലേ മിഠായി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ള മിഠായി അത് തന്നെയാണ്. ഏതാണ്? ഉറുദു ആണ് നമ്മളെ മിഠായി. ഏതാണ് മിഠായി? ഉറുദു. ഉറുദു മീഠാ ഹേ. എന്താ മീഠ എന്ന് പറഞ്ഞാൽ? മീഠ എന്ന് പറഞ്ഞാൽ മധുരമുള്ളത് എന്നാണ്. അപ്പം നല്ല മധുരമുള്ള ഒരു ഭാഷയുമായിട്ടാണ്, ഒരു വിഷയവുമായിട്ടാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഉറുദുവുമായിട്ട് ആ മിഠായി, ഉറുദു എന്ന മിഠായിയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. ഉറുദു പഠിക്കാൻ വളരെ എളുപ്പമാണ്. വളരെ എളുപ്പം എന്ന് പറഞ്ഞാൽ എഴുതുന്നതാണെങ്കിൽ അറബിയിലാണ്. നമ്മൾ ഒരുപാട് ചർച്ച ചെയ്താണല്ലേ. എഴുതുന്നത് അറബി ഭാഷയിലാണ്, എല്ലാവർക്കും എഴുതാൻ അറിയാം. പറയുന്നതോ ഹിന്ദിയിലാണ്. അതുകൊണ്ട് ഉറുദു പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹിന്ദി എളുപ്പമാകാൻ പോകണം അല്ലേ. അതുകൊണ്ട് പഠിക്കുന്ന സമയത്ത് രണ്ടും കൂടെ, ഹിന്ദിയും ഉറുദുവും കൂടെ ഒരുമിച്ച് മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. നല്ല എളുപ്പത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കേട്ടോ. ഓക്കെ, പറഞ്ഞു വന്നത് ഇന്ന് നമ്മൾ ആദ്യത്തെ പാഠത്തിലേക്ക് കടക്കാൻ പോകണം. ആദ്യത്തെ പാഠത്തിൽ കിടക്കുന്നതിൻ്റെ മുമ്പ് ഞാൻ ചെറിയൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്. ചോദ്യമൊന്നുമില്ല കേട്ടോ, ചെറിയൊരു സംഗതി നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ മനസ്സിലുള്ളൊരു കാര്യമാണ് ചോദിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ വീട്ടിൽ അല്ലെങ്കിൽ നാട്ടിൽ ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടം ആരോടാണ്? നല്ല ഇഷ്ടമുള്ള വ്യക്തി ആരാണ് നിങ്ങൾ കണ്ടിട്ടുള്ളതിൽ ആരോടാണ്? ഉമ്മയോടാണല്ലേ. എനിക്കും അങ്ങനെ തന്നെ, ഉമ്മയോടാണ്. എല്ലാവർക്കും അവനവൻ്റെ ഉമ്മയോടെ കാര്യം ഭയങ്കര ഇഷ്ടം അല്ലേ. ഉമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും രാവിലെ എണീറ്റത് മുതൽ രാത്രി കിടന്നുറങ്ങുന്നത് വരെ നമ്മുടെ കാര്യങ്ങളൊക്കെ ആരാ ചെയ്തിരുന്നത്? നമ്മുടെ ഉമ്മ അല്ലേ. ഉമ്മക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. നിങ്ങളെ മാഷ് വാട്സപ്പ് വഴി ഒരു വാക്ക് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഉമ്മക്ക് എന്താ പറയുക എന്നുള്ളത്. എന്താണ് ഉമ്മക്ക് പറയുക? അതന്നെ അമ്മി അല്ലേ. അമ്മി എന്ന് പറയും ഉമ്മക്ക്. അത് നമ്മളെല്ലാവരും പഠിച്ചില്ലേ. അപ്പോൾ അമ്മിയെക്കുറിച്ചുള്ള നല്ല മനോഹരമായ ഒരു പാട്ടാണ്, ഒരു നസ്മാണ്, ഒരു കവിതയാണ്. കവിതയ്ക്ക് ഉറുദുവിൽ പറയാം നസം എന്നാണ് പറയാം. ഓക്കെ, കവിതയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരു നസമാണ്, അമ്മയെക്കുറിച്ചുള്ള മനോഹരമായ ഒരു കവിതയാണ് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് കേട്ടിട്ട് എന്ത് ചെയ്യണം? ഇതുപോലെ വായിക്കാൻ പഠിക്കണം. ഓക്കെ, ഇതെങ്ങനെയാണോ കവിത, ഈ കവിത അതുപോലെ വായിക്കാൻ പഠിക്കണം. ആ കവിത പാടാൻ പഠിക്കണം. ഒരു പാട്ടാണല്ലേ, പാട്ട് നല്ല ഈണങ്ങളിൽ പാടും, നല്ല ഈണങ്ങളിൽ ഈ പാട്ട് പാടാം. ആ ഈണങ്ങളിലൊക്കെ പാടാനും കൂടെ നിങ്ങൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ കവിത ഒന്ന് കേൾക്കാം. ഓക്കെ, നമുക്ക് ആ കവിതയിലേക്ക് പോവാം. കവിതയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ സ്ക്രീനിൽ ഒരു ചെറിയൊരു ഫോട്ടോ കാണിക്കാം, ഒരു ചിത്രം കാണിക്കാം. ആ ചിത്രം കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നതെന്ന് പറയണം. നമുക്കൊന്ന് ചർച്ച ചെയ്യാം ആ ചിത്രത്തിൽ എന്താണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിലൊരു ഫോട്ടോ തെളിഞ്ഞ് കാണുന്നില്ലേ? നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫസ്റ്റ് പേജിലുണ്ട്. ആ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ആ സ്ക്രീനിൽ നോക്കിയാലും മതി. ഓക്കെ, പറയൂ, എന്തൊക്കെയാണ് ആ ചിത്രത്തിൽ കാണുന്നത്? ചിത്രത്തിൽ പല പല ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അല്ലേ. പല ആളുകൾ പല ജോലിയിൽ വ്യാപൃതരായി നിൽക്കുന്ന കുറേ ആളുകളുണ്ട് അല്ലേ. എന്തൊക്കെയാണ്? ഉമ്മയുണ്ട്, ഒരു ഉമ്മയും 2 മക്കളും ഉണ്ട് അല്ലേ. പുഴയിൽ നിന്ന് വെള്ളം എടുക്കുന്നുണ്ട്, അവരവിടെ അലക്കുന്നുണ്ട് അല്ലേ, ഡ്രസ്സ് അലക്കുന്നുണ്ട്. തൊട്ട് പുറകിലായിട്ട് 3 കുട്ടികൾ കളിക്കുന്നുണ്ട് അല്ലേ. അതിൻ്റെ പുറകിൽ ഒരാൾ ജോലിക്ക് പോകുന്നുണ്ട്. പിന്നെ ഒരു വീട് നമ്മൾ കാണുന്നുണ്ട് അല്ലേ, ഒരു വീട് കാണുന്നുണ്ട്. പിന്നെ കാളയുണ്ട്, പശുണ്ട്, കുട്ടികളുണ്ട്, ആടുണ്ട് അല്ലേ. അങ്ങനെയുള്ള ഒരാളുകൾ, കുറേ ആൾ കണ്ടില്ലേ? ഫോട്ടോ കണ്ടോ അല്ലേ? ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ഫോട്ടോ? അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാ? ആ പുഴയിൽ നിന്ന് ഇങ്ങനെ അലക്കി കൊടുക്കുന്നുണ്ട് അല്ലേ. ഒരു ഉമ്മ മക്കൾക്ക് വേണ്ടി, 2 മക്കൾക്ക് വേണ്ടി തൻ്റെ ഉമ്മ അലക്കി കൊടുക്കുന്നുണ്ട്, അവർക്ക് വേണ്ട വെള്ളം എടുക്കുന്നുണ്ട് അല്ലേ. അത് നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഉമ്മയാണ് ഏറ്റവും ഇഷ്ടം എന്ന് നിങ്ങളൊക്കെ പറഞ്ഞു. ആ കുട്ടികളുടെ ഉമ്മ എന്താണ്? ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് അല്ലേ, സഹായം ചെയ്ത്, അതായത് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയാണ് അല്ലേ. അവരെ രാവിലെ എണീപ്പിക്കുന്നു, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, അവരെ ഡ്രസ്സ് അലക്കി കൊടുക്കുന്നു അല്ലേ. ഒരുപാട് സംഗതികൾ ഈ ഉമ്മ മക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ഉമ്മയുടെ ഫോട്ടോ ആണ് നിങ്ങളതിൽ കാണുന്നത് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പാഠഭാഗത്തേക്കൊന്ന് പോവാം. ഓക്കെ, ആ പാഠത്തിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങളൊന്ന് നോക്കിയേ, കാണുന്നില്ലേ? റൂഹി അമ്മീക്ക്
गोद से नीचे उतरी. रोही अम्मी की गोद से नीचे उतरी. अम्मी अम्मी मुझको भूख लगती है. अम्मी अम्मी मुझको भूख लगती है, खाना दीजिए. रोही अम्मी को पुकारने लगी. ഓക്കെ, ഇത് നിങ്ങൾ വായിക്കാൻ പഠിച്ചോളെന്ന് നിർബന്ധമില്ല. നിങ്ങൾ ആ താഴെ തന്നിട്ടുള്ള കവിതയാണ് നിങ്ങൾ പഠിക്കേണ്ടത് കേട്ടോ. കവിതയാണ് വായിച്ച് കേൾപ്പിക്കേണ്ടത്. ഓക്കെ, എന്നാലും ഇതിൻ്റെ അർത്ഥം നോക്കാം നമുക്ക്. റോഹി അമ്മീക്ക് ഗോദ് സെ നീച്ചെ ഉത്തരി. റോഹി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ പേരാണ്. നല്ലൊരു മനോഹര പേരാണ് അല്ലേ, റോഹി. നല്ല രസമല്ലേ. റോഹി അമ്മയ്ക്ക് അമ്മയുടെ മടിത്തട്ടിൽ നിന്ന് ഇറങ്ങി, അത്രേ ഉള്ളൂ അതിൻ്റെ അർത്ഥം. ഓക്കെ, അമ്മി അമ്മി മുझको भूख लगती है. അമ്മി അമ്മി मुझको भूख लगती है. അമ്മയോട് പറയാണ് എന്ത്, അമ്മ അമ്മ എനിക്ക് വിശക്കുണ്ട്, അമ്മേ ഖാന ദീജിയെ, എനിക്ക് ഭക്ഷണം തരൂ അമ്മ, എനിക്ക് വിശക്കുണ്ട്, എന്തെങ്കിലും ഭക്ഷണം തരൂ. റോഹി അമ്മിക്കോ പുകാർനെ ലഗി. റോഹി എന്ത് ചെയ്തു, അമ്മയെ ഇങ്ങനെ വിളിക്കാൻ തുടങ്ങി, വലിക്കാൻ തുടങ്ങി അല്ലേ. അമ്മയെ വലിച്ച് വിളിക്കാൻ പറയാൻ തുടങ്ങി. എന്ത്, അമ്മ അമ്മ എനിക്ക് വിശക്കുണ്ട്, അമ്മ എനിക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ തരൂ എന്ന് പറയണം. അപ്പം ഇവിടെ നമ്മൾ പഠിച്ച കുട്ടിയുടെ പേരെന്താണ്, റോഹി. അത് അത്ര മനസ്സിലാക്കിയാൽ മതി കേട്ടോ. റോഹി എന്ന് പറഞ്ഞൊരു കുട്ടി അമ്മയും തമ്മിലുള്ള ചെറിയൊരു ബന്ധമാണ്. ഓക്കെ, നമുക്ക് നേരെ കവിത. കൂട്ടുകാരെ, നമ്മുടെ ഉറുദു കവിതയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഉമ്മയെക്കുറിച്ച് മലയാളത്തിലുള്ള ഒരു കവിത നമുക്ക് ആലപിക്കാം. എൻ്റെ കൽബിൽ തേൻ പകർന്ന എന്നുമ്മ, എൻ്റെ ജീവനിൽ ജീവനായ പൊന്നുമ്മ, എന്നുമെന്നുള്ളിൽ വിടരും മോഹമാ, ഏഴുവാനും ഭൂമി നിറയും സ്നേഹമാ, ഏഴുവാനും ഭൂമി നിറയും സ്നേഹമാ. കൂടെ വായിക്കൂ. അമ്മി അമ്മി आओ ना, मुझको दूध पिलाओ ना, मुझको दूध पिलाओ ना. अम्मी अम्मी आओ ना, मुझको लोरी सुनाओ ना. अब मुझको लोरी सुनाओ ना. अब्बा अब्बा आओ ना, अच्छी गुड़िया लाओ ना. प्यारे अब्बा आओ ना, चांद को साथ में लाओ ना. വായിക്കാൻ പറ്റുന്നില്ല എല്ലാവർക്കും? ഓക്കെ, അതൊന്ന് നമുക്ക് പാടി നോക്കാം. അമ്മി അമ്മി आओ ना, मुझको दूध पिलाओ ना. अम्मी अम्मी आओ ना, मुझको लोरी सुनाओ ना. प्यारे अब्बा आओ ना, अच्छी गुड़िया लाओ ना. प्यारे अब्बा आओ ना, चांद को साथ में लाओ ना. अम्मी आओ ना, मुझको दूध पिलाओ ना. अम्मी अम्मी आओ ना, मुझको लोरी सुनाओ ना. കൂട്ടുകാരെ, ഈ കവിത നല്ല ഈണത്തിൽ പാടി വാട്സപ്പിലൂടെ എന്നെ കേൾപ്പിക്കണം. ഓക്കെ, ഇതാണ് നിങ്ങൾക്കുള്ള ഇന്നത്തെ വർക്ക്. ആജിത്തിന കാഫി, ഫിർ മിലേംഗെ, ഖുദാ ഹാഫിസ്, ശുക്രിയ.